സെലിബ്രേഷൻ ഓഫ് ഹെൽത്ത് 2024 വിജയം എന്നത് യാദൃശ്ചികമായല്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെയും സ്ഥിരതയുടെയും ത്യാഗത്തിന്റെയും ഫലമാണ്. കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമായി വിജയം കീഴടക്കിയ നമ്മുടെ പ്രതിഭകളെ ആദരിക്കുന്ന ഒരു സുദിനമാണ്. അക്ഷരത്തിൽ നേടിയ അറിവോ അച്ചടക്കവും കൈമുതലാക്കി വിജയത്തിന്റെ പടവുകൾ കയറി ഈ ചടങ്ങിന്റെ അഭിമാനമായ മിടുക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട്, അതിനെ ഏറെ അഭിമാനമുണ്ട്. കാരണം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായി, ഒരു സ്കൂളിന്റെ പ്രതീക്ഷയായി, ഒരു നാടിന്റെ അഭിമാനമായി നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ നിൽക്കുക എന്നത് ഏറെ സന്തോഷവും അതിലുപരി ഏറെ അഭിമാനവുമാണ്. ഇതിന്റെ വിജയം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ലഹരിപദാർത്ഥങ്ങൾ മാറുമ്പോൾ എന്റെ ലഹരി, എന്റെ വിദ്യാഭ്യാസവും എന്റെ കുടുംബവും എന്റെ സ്വപ്നവും ആണെന്നുള്ള ഉത്തമ ബോധത്തോട് പഠിച്ചു വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വിജയം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കണ്ണുകൾ മാതൃകരമായതാണ്. ഒരുപാട് ത്യാഗങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നിങ്ങളെ മുന്നോട്ട് നയിച്ച എല്ലാ മാതാപിതാക്കൾക്കും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ ആദരം അർപ്പിക്കുകയാണ്. പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരും പുതുതായി ജോലി പ്രവേശിച്ചവരും ഡോക്ടറേറ്റ് നേടിയവരും എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങളുടെ വിജയം വരും തലമുറയ്ക്ക് വലിയൊരു പ്രചോദനമാണ്. ഇന്നിന്റെ അപമാനമായി നിങ്ങൾ നാളെയുടെ പ്രതീക്ഷയാണ്. ഇന്നിവിടെ ആയിരിക്കുന്നവരിൽ പരീക്ഷ വിജയിച്ചവർക്ക് ഭാവിയെക്കുറിച്ച് കൂടുതൽ ഉയർന്ന സ്വപ്നങ്ങൾ കാണാനും ജോലി പ്രവേശിച്ചവർക്ക് നിങ്ങൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഭംഗിയായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഈ മനോഹരമായ ചടങ്ങിന് നാമകരണം ചെയ്തിരിക്കുന്നത് സെലിബ്രേഷൻ ഓഫ് ഹെൽത്ത് എന്നാണ്. സെലിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും ഉയർന്ന നേട്ടം, ഉന്നതി, പരമമായ ഉയരം എന്നിവയാണ്. ഇന്ന് നിങ്ങൾ നേടിയ ഈ വിജയം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സെലിറ്റ് മാത്രമാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇനിയും വിജയത്തിന്റെ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സെലിറ്റ് 2026 സെലിബ്രേഷൻ ഓഫ് ഹെൽത്ത് എന്ന ഈ പ്രോഗ്രാം വന്നു ചേർന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി റവറൻഡ് ഡോക്ടർ വിനോയ് പി ജയരാജനെ സ്വാഗതം ചെയ്യുന്നു. ഒരു തലമുറയിൽ നിന്ന് പുതിയ ഒരു തലമുറയിലേക്ക് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ സംബന്ധിക്കുന്ന ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവിധങ്ങളായ നിലയിൽ അവരുടെ താലന്തുകൾ വിനിമയം ചെയ്ത് അത് പ്രയോജനപ്പെടുത്തിയാൽ അതൊന്ന് ആഘോഷിക്കുവാൻ ഇനിയും ഉന്നതങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ അവർക്ക് പ്രോത്സാഹനം നൽകുക, അവരുടെ നേട്ടങ്ങൾക്ക് ഒരു അംഗീകാരം യാഥാർത്ഥ്യമാക്കി ഈ കൂടുതലൂടെ അങ്ങനെ ഞങ്ങളെ സഹായിക്കുന്നു. വിജയത്തിന്റെ വഴിയിൽ ഒറ്റയ്ക്കായി സഞ്ചരിക്കുന്നില്ല. പിന്നിൽ ഒരു കുടുംബമുണ്ടാവും, കൈപിടിച്ച് നടത്തിയ അധ്യാപകരുണ്ടാവും, പരിശോധനമായ സുഹൃത്തുക്കളുണ്ടാവും. ഈ വിജയത്തിന് പിന്നിൽ നിന്ന് ഓരോ വ്യക്തിയും ഹൃദയപൂർവ്വം
അധ്യക്ഷനായിരിക്കുന്ന ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് എന്തും പറയാൻ സ്വാതന്ത്ര്യവും പ്രിയപ്പെട്ട അച്ഛൻ ഡോക്ടർ വിനോദ് പി ജയകൃഷ്ണനെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനുള്ളത് ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ സോയിച്ചേട്ടനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്കിന്റെ പെട്രോൾ തീർന്നു റോഡിൽ കിടന്നിട്ടുണ്ടെങ്കിൽ സോയിച്ചേട്ട പെട്രോൾ തീർന്നു എന്ന് പറഞ്ഞാൽ സോയിച്ചേട്ടൻ കാണുമായിരുന്നു. അത്രയ്ക്ക് നമുക്കൊരു സഹോദരനെ കൊണ്ട് വിളിക്കാൻ പറ്റുന്ന വ്യക്തിത്വം സോയിച്ചേട്ടനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സോന ലിസ ജോലി. സോനയുടെ ഈ പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ വിളിക്കുമ്പോൾ വിളിച്ചപ്പോൾ തന്നെ സോന നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രോഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. എല്ലാം അടിപൊളിയാണ്, ഉഷാറാക്കണം. ആ ഒരു വാഹനത്തിൽ നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്ന സോനയെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലെ കാക്കിനാട ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനായ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വപ്നങ്ങളുണ്ട്. അദ്ദേഹം പഠനത്തിന് ശേഷം തന്റെ ആദ്യത്തെ പ്രോട്ടോടൈപ്പുമായിട്ട് ചേർന്നു. കുറെ പേര് അദ്ദേഹത്തെ ഉത്സാഹപ്പെടുത്താറുണ്ട്. കാരണം ഗോവ മുതൽ മുംബൈ വരെയുള്ള കോമൺ ട്രെയിനുകൾ എന്ന പദ്ധതിയുമായിട്ടാണ് അദ്ദേഹം ചെയ്തത്. നമ്മൾ പറഞ്ഞു മലകളുണ്ട്, മണ്ണിടിഞ്ഞു വീഴും. പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല. അദ്ദേഹത്തിന്റെ പ്ലാനുമായിട്ട് മുൻപോട്ട് പോയി. പിന്നീട് നമ്മൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മെട്രോമാൻ ഓഫ് ഇന്ത്യ, നമ്മളെല്ലാം മലയാളികളുടെ അഭിമാനമായ പാലക്കാടിലെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 5ാം വാർഷികം ആഘോഷിക്കുന്നവരെ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതായിട്ട് നമ്മളെല്ലാം സ്വപ്നമെന്ന് ആശംസിക്കുമ്പോൾ ഈ യോഗത്തിന്റെ ഏറ്റവും മുഖ്യ അതിഥികൾ എന്ന് പറയുന്നത് പല രീതിയിൽ നേട്ടങ്ങൾ കൈവരിച്ച നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഓരോരുത്തരെയും ബാക്കിയുള്ള എല്ലാ യുവജന സുഹൃത്തുക്കളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന ദൈവം നൽകുന്നു. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ വെർട്ടുകളുടെ അധ്യക്ഷൻ, ഏറെ പ്രിയപ്പെട്ട CC സഭയുടെ അച്ഛ, ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സോന, ഏറെ പ്രിയപ്പെട്ട ഈ CC സഭയുടെ യൂത്ത് മൂവ്മെൻറ്റിലെ ഏറെ പ്രിയപ്പെട്ടവർ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്നത്. കാരണം 1000-ലധികം ആളുകളോ അല്ലെങ്കിൽ വലിയ ജനസഞ്ചയമോ ഇല്ലെങ്കിൽ പോലും ഈ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം ഈ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാടിന് വൈകാരികമായ ഒരു ബന്ധമുള്ള ഒരു നാടാണ് ചർച്ചകൾ. കാരണം CSI സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലവിധമായ ബന്ധങ്ങൾ ഈ CSI മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ തന്നെ ഈ നാട്ടിലെ ഈ പഞ്ചായത്തിൽ തന്നെ ഈ പഞ്ചായത്തിൽ ഉൾപ്പെടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലെ ആളുകൾ പോലും ഒരു കാലത്ത് ആശ്രയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമായിരുന്നു നമ്മുടെ CSI മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. ഇടയ്ക്ക് ചുരുക്കം ചില നാളുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെറിയ പോരായ്മ സംഭവിച്ചുവെങ്കിൽ പോലും ഇന്ന് വളരെ മികച്ച രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ സഭയുമായി ബന്ധപ്പെട്ട ആളുകളും പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ നാടിന് വളരെ അഭിമാനകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ ഏറ്റവും കൂടുതലായി ഞാൻ ഈ നാട്ടിൽ പഞ്ചായത്തുകാരുടെ കാലഘട്ടത്തിൽ ഈ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി ജനപ്രതിനിധിയായി മത്സരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന സഹകരണവും പിന്തുണയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നതാണ്. കാരണം ഈ സഭയുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും ആ സമയത്ത് എൻ്റെ സ്ഥാനാർത്ഥികളിലും ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിലുമെല്ലാം എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പിന്തുണയും തന്ന എൻ്റെ ഒപ്പം തന്നെ ആളുകളാണ്. മിക്കപ്പോഴും എൻ്റെ പൊതുപ്രവർത്തന കാലഘട്ടത്തിൽ
സർവീസിൽ തുടരുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഈ നാടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ നാട്ടിൽ നിന്ന് ഒരാൾ കടന്നു ചെന്നാൽ ആൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ മനസ്സോടുകൂടി പ്രവർത്തിച്ചിരുന്ന ആളുകൾ. അങ്ങനെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുമായി വലിയ അഭേദ്യമായ ബന്ധം ഈ സഭയുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ പ്രദേശത്ത് താമസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന പല ആളുകൾ ഈ ചേലച്ചോട് പ്രദേശവുമായി കേന്ദ്രീകരിച്ച് ഈ പഞ്ചായത്തിനകത്ത് തന്നെ ചേലച്ചോട് എന്ന് പറയുന്ന സ്ഥലത്ത് വ്യത്യസ്തമായി ഈ സഭയുമായി ബന്ധപ്പെട്ട വൈകാരികമായ ബന്ധമുണ്ട്. കാരണം ഈ പഞ്ചായത്തിന് വിവിധ മേഖലകളിലേക്ക് കടന്നു വന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ഭൂരിഭാഗം ആളുകളും ഈ ചേലച്ചോട് സെൻസിറ്റീവ് സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വന്ന ആളുകളുണ്ട്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മരിച്ചുപോയ നമ്മുടെ പേരിച്ചാലുൾപ്പെടെ നമ്മുടെ പേരിച്ചാലുൾപ്പെടെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ഇപ്പം പി സുഷമ ചേച്ചിയൊക്കെ അവരൊക്കെ വയ്യാണ്ടായ പ്രായത്തിൽ കടന്നു കഴിഞ്ഞു. പക്ഷേ അവരൊക്കെ പഞ്ചായത്തിന്റെ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമൊക്കെ ആയി ഈ നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്ത് വലിയ സേവനം നൽകിയ ആളുകളാണ്. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധിയായ ആളുകൾ ഈ സഭയുമായി ബന്ധപ്പെട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈ നാടുമായി ബന്ധപ്പെട്ട എല്ലാ കാലങ്ങളിലും ഓർത്തിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഒരു നല്ല വാക്ക് ഒരു ജീവിതത്തിന് ദിശ നൽകും. ഒരു നല്ല വഴികാട്ടിയാണ്. ഇന്നത്തെ ചടങ്ങിന് നേതൃത്വം നൽകുന്ന നമ്മുടെ സഭയുടെ പട്ടക്കാരനും യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റുമായി സേവനമനുഷ്ഠിക്കുന്ന റവറൻഡ് ഡോക്ടർ ബിനോയ് പി ജേക്കബ്സിനെ അധ്യക്ഷ പ്രസിഡന്റായി സാദരം ക്ഷണിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കന്നിയൂരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോമൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നു നമുക്കൊരു ഇൻസ്പിറേഷനായി നമ്മുടെ മുമ്പിൽ ഏതാനും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മോടൊപ്പമായിരിക്കുന്ന സോമൻ, ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, വിവിധ ഭാരവാഹിത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ള യുവ സുഹൃത്തുക്കളെ, സെനിത്ത് എന്ന പേരിൽ പ്രകാരം ഒരു മെറിറ്റ് ഡേ ഓർഗനൈസ് ചെയ്യുവാൻ നിങ്ങൾ കാണിച്ച ഈ ഒരു താല്പര്യത്തെ ഞാൻ മുത്തകണ്ട പ്രശംസിക്കുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എന്നെ വളരെയധികം ആകർഷിച്ച ഒരു കാര്യം, ഈ പ്രോഗ്രാമിന് വേണ്ടി പല പേരുകളും ഒരു സർവേയിലൂടെ ഇതിന് നൽകി, ഒരു പോളിലൂടെ അതിൽ 2 പേരുകൾ തുല്യ വോട്ട് നേടി. ആ 2 പേരുകൾ ഞങ്ങൾ 3 അച്ഛന്മാർക്ക് അയച്ചു തന്നു. ഞങ്ങൾ 3 പേരും ഒരിക്കൽ കൂടെ അത് റീപോൾ ചെയ്ത് വന്ന ഒരു നല്ല ഒരു ടൈറ്റിലാണ് അതിൻ്റെ അർത്ഥം സെലിബ്രേഷൻ ഓഫ് മെറിറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ ആ പേര് തിരഞ്ഞെടുത്ത് അതിന് ഏതാനും ക്യാപ്ഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്. എന്നെ ഒരുപാട് ആകർഷിച്ചു നിങ്ങളുടെ ആ ഒരു ബ്രോഷർ. അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സെനിറ്റ് എ സെലിബ്രേഷൻ ഓഫ് മെറിറ്റ് 2026, honoring today's achievements, inspiring tomorrow's greatness. ഇന്നത്തെ നേട്ടങ്ങളെ ആദരിക്കുക, നാളുകളുടെ മഹത്വത്തിനു വേണ്ടി പ്രചോദിപ്പിക്കുക. മനോഹരമായ ആക്ഷൻസ് ഒക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഒരു ക്വാളിറ്റി, നിങ്ങളുടെ ഒരു ഇന്നർ ഫ്ലെയിം, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഖത്തർ എന്താണ് നമ്മൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ നമുക്കറിയുന്ന AI സപ്പോർട്ടോടുകൂടിയാണ് നമുക്കെല്ലാം കാര്യം. എങ്കിലും അതൊന്ന് പ്രയോജനപ്പെടുത്താൻ, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സ്, അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതുപോലെ മറ്റ് വിവരസാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിൽ അതിനേക്കാൾ ഉപരിയായിട്ട് സ്വയം വൈസ് ഓർമ്മപ്പെടുത്തി ചെയ്യുന്നത് വളരെ ഡൗൺ സോണിൽ വളരെ താഴെയിടയിൽ ചെന്ന് പ്രവർത്തിക്കാനൊക്കെ നിങ്ങൾ കാണിക്കുന്ന താല്പര്യം എന്നെ വല്ലാതെ ആകർഷിക്കുന്നു.
വിജയിച്ചാൽ അഭിനന്ദിക്കുന്നത് അവരുടെ വിജയത്തെ ആവശ്യമാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ ഭാവിയിലെ വിജയങ്ങൾക്ക് വഴിയൊരുക്കാനാണ്. നമ്മുടെ വിജയങ്ങൾ പ്രചോദനവും ആശംസകളും നൽകുന്നതിനായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ചുരുളി ഡിവിഷൻ നമ്പർ സോന സജോയെ ആശംസ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛ, ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ സോമൻ സന്യാവർ, ഏറെ പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഉന്നത വിജയവും ഉന്നത ജോലി ലഭിച്ചവരെ അനുമോദിക്കുന്നതിനായിട്ടാണ്. അത് എന്നെ ഏൽപ്പിച്ച കർത്തവ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇൻസ്പയർ ചെയ്യുന്ന കുറച്ച് വാക്കുകൾ നൽകുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് മുൻപേ സംസാരിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ സംസാരിച്ചത് എന്താണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം അത്രയും ഇൻസ്പയറിംഗ് ആയിട്ട് അത്രയും മനോഹരമായ വാക്കുകളാണ് അദ്ദേഹം ഇന്ന് ഈ വേദിയിൽ പറഞ്ഞു വെച്ചത്. നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണ്. നമ്മുടെ ദേശീയ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഈ ദിവസം തന്നെ യുവജനങ്ങളുടെ ഈ വിജയം ആഘോഷിക്കാൻ സാധിക്കുന്നു എന്നത് ശരിക്കും ഇരട്ടി മധുരമാണ്. നമ്മുടെ നാടിന്റെ അഭിമാനം എന്ന് പറയുന്നത് ഞാൻ നടക്കുന്ന നമ്മുടെ ഈ യുവ തലമുറയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേവലം ജീവിതം ജീവിച്ചു തീർക്കുക എന്നുള്ള ഒരു അവകാശം മാത്രമല്ല, മറിച്ച് എന്തുകൂടിയാണ് നമ്മുടെ പ്രതിഭ കൊണ്ട് നമ്മുടെ നാടിനെയും നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെയും എന്താക്കുക കൂടുതൽ അഭിമാനമാക്കാനുള്ള അവസരം കൂടിയാണ്. ഇതിലൂടെ ഒരുപാട് ട്രോഫികളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഉന്നത വിജയം നേടിയവരെയും ഉന്നത ജോലി നേടിയവരെയും അനുമോദിക്കുന്നതിനായിട്ടാണ് ഈ ട്രോഫി ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൂടെ ട്രോഫി ലഭിക്കാത്തവരെന്ന് പറയുന്നത് ഒരിക്കലും പരാജയപ്പെട്ടവരല്ല, മറിച്ച് നിങ്ങളുടെ വിജയ വഴികളിൽ കഠിനാധ്വാനം ചെയ്യുന്നവരും പ്രയത്നിക്കുന്നവരുമാണ്. അവസാനത്തെ വരികളിൽ അതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് വെറും യാദൃശ്യമല്ല, മറിച്ച് ദിവസങ്ങളുടെയോ മാസങ്ങളുടെയോ ഒരുപക്ഷെ വർഷങ്ങളുടെ തന്നെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഇന്ന് ഈ സഭ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ശരിക്കും അഭിമാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്, ഒരുപാട് വിജയങ്ങൾ കീഴടക്കേണ്ടതുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ സഭ അഭിമാനിക്കുന്നതെന്ന് പറയാൻ കാരണം നിങ്ങളെ വളർത്തിയ ദൈവത്തെയും നിങ്ങളെ താങ്ങി നിർത്തിയ ഈ സഭയും ഒരിക്കലും മറക്കരുത് എന്ന് പറഞ്ഞു വെക്കാനാണ് ഞാനത് പറഞ്ഞത്. കാരണം ഞാൻ എൻ്റെ സഭയിലെ കത്തോലിക്ക സഭയാണെങ്കിൽ കൂടി യുവജന പ്രസ്ഥാനത്തിൽ രൂപതാ സമിതി അംഗമായിരുന്നു. ഈ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ മധുരം എന്താണെന്ന് കൃത്യമായി എനിക്കും അറിയാം. എല്ലാവരും ഒരുമിച്ച് കൂടുന്നതും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും മോബിച്ചേട്ടനോട് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി വീക്ഷിക്കാറുണ്ട്. സത്യമാണ്. കാരണം നിങ്ങളുടെ കപ്പ ബിരിയാണി ചലഞ്ച്, പിന്നെന്താ നിങ്ങളുടെ പ്രധാനാഘോഷങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി ആഘോഷിക്കുന്നതും, അങ്ങനെ എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ക്യാമ്പിന് വന്നപ്പോഴാണെങ്കിലും നിങ്ങളുടെ ഒത്തൊരുമയും സ്നേഹവും എല്ലാം വളരെ മനോഹരമായിരുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരും ഒരു നല്ല കഥയൊക്കെ പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല, പക്ഷേ എങ്കിൽ കൂടി ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ഒന്ന് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഥ പറയാം. ഒരു മഞ്ഞുതുള്ളിയുടെ കഥയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മഞ്ഞുതുള്ളിയുടെ പ്രത്യേകത എന്താ? മഞ്ഞുതുള്ളി എന്ന് പറയുന്നത് അത്രയും പവിത്രമായിട്ടുള്ള, പ്യുവറായിട്ടുള്ള, വിശുദ്ധമായിട്ടുള്ളതാണ്, അല്ലേ? നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് തിരിച്ചു വീഴുന്നത് അത്രത്തോളം പവിത്രതയോടെയാണ്. ഒരു വൈറ്റ് പേപ്പറായിട്ടാണ്, ബ്ലാക്ക് ആയിട്ടാണ് നമ്മളൊക്കെ തിരിച്ചു വീഴുന്നത്, അല്ലേ? ഈ മഞ്ഞുതുള്ളി സമുദ്രത്തിന്റെ മുകളിൽ നിന്ന് ഒഴുകി യാത്ര തുടങ്ങി അരുവിയായി, പുഴയായി, കടലിലേക്ക് എത്തിച്ചേരുന്നത് വരെയുള്ള ഒരു യാത്രയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഒരു മഞ്ഞുതുള്ളി സമുദ്രത്തിന്റെ മുകളിൽ നിന്നും ഒഴുകി യാത്ര തുടങ്ങുകയാണ്. ഈ യാത്രയുടെ ഇടവേളയില് പൂക്കളെ കാണുന്നു. പൂക്കളെ കണ്ട് പൂക്കളോട് കൂട്ടുകൂടി ഒരുപാട് സമയം പൂക്കളോടൊന്ന് ചെലവഴിച്ച് യാത്ര മുന്നോട്ട് നീങ്ങുന്നു. വഴി പുൽക്കൊടികളെ കാണുന്നു. പുൽക്കൊടികളെ ചിരിച്ചു കാണിച്ചു. നമ്മുടെ മഞ്ഞുതുള്ളി ആ പുൽക്കൊടിയോട് കൂട്ടുകൂടണമെന്ന് തോന്നി. അല്പസമയം പുൽക്കൊടിയോട് ചെലവഴിച്ച് ഒരുപാട് സമയം അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് മുന്നോട്ട് യാത്ര തുടങ്ങുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ പിന്നീട് മഞ്ഞുതുള്ളി കണ്ടുമുട്ടുന്നത് ചെളി വെള്ളത്തിനെയാണ്. ചെളി വെള്ളവും നമ്മുടെ മഞ്ഞുതുള്ളിയെ ചിരിച്ചു കാണിച്ചു. മഞ്ഞുതുള്ളി കുറച്ചു സമയം ചെളി വെള്ളത്തിനോട് കൂട്ടുകൂടാമെന്ന് വിചാരിച്ച് ചെളി വെള്ളത്തിലേക്ക് എടുത്തു ചാടി നമ്മുടെ ശുദ്ധമായ, പവിത്രമായ, പ്യുവറായിട്ടുള്ള
പൂക്കളോട് കൂട്ടുകൂടി, കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. നീ പുൽക്കൊടിയോട് കൂട്ടുകൂടി, കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷെ നീ എന്തിനാണ് ചെളിയോട് കൂട്ടുകൂടിയത് എന്ന് ചോദിച്ചു. പക്ഷെ ഇനി ഒരിക്കലും നമ്മുടെ മഞ്ഞത്തുള്ളിക്ക് പഴയ നിറം വീണ്ടെടുക്കാനായിട്ട് സാധിക്കില്ല. ഞാനിത് പറഞ്ഞു വെച്ചത് നമ്മളും ചിന്തിക്കണം, നമ്മളുടെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്, നമുക്ക് ചുറ്റുമുള്ളവർ എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അച്ഛൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. ലഹരിയെ കുറിച്ചും ഫോൺ അഡിക്ഷനെ കുറിച്ചും എല്ലാം പറഞ്ഞു തന്നു. അതിൽ ഉൾപ്പെട്ടതാണ് ഇത്. നമ്മളുടെ ചുറ്റുമുള്ള ആളുകളുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ നമുക്ക് ഉൾക്കൊള്ളതുമില്ലല്ലോ. നമുക്ക് ചെളിയിലേക്ക് എടുത്ത് ചാടിയാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പക്ഷേ ചെളി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ പഠിക്കണം. നോ പറയേണ്ടടുത്ത് നോ പറയണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്. കൂടുതലായി ഒന്നും ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇന്ന് നമ്മളേറെ ആകാംക്ഷകൾ കാത്തിരുന്ന ആ മനോഹരമായ നിമിഷത്തേക്ക് നമ്മൾ കടക്കുന്നത് 10+2 ഡിഗ്രി PG എന്നീ തരങ്ങൾ വിജയിച്ചവർക്കും പുതുതായി ജോലി പ്രവേശിച്ചവരേക്ക് ആദരിക്കാൻ പോവുകയാണ്. ആദ്യമായി വിജയത്തിന്റെ ആദ്യപടിയായി 10ാം ക്ലാസ് വിജയിച്ചവർക്ക് ആദരിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായി 10ാം ക്ലാസ്സിൽ ഉന്നയിച്ചതിൽ പുസ്തകമാക്കിയ ജസ്ന ജസ്റ്റിൻ ക്ലാർക്കിനെ ക്ഷണിക്കുന്നു. അടുത്ത വിസ്മയ കപ്പലാൻ +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സെറിൽ സൂസൻ ബോൾ മുണ്ടപ്പള്ളി. കെവിൻ ജോൺ പഴയൂർ. അടുത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ പരീക്ഷയിൽ വിജയിച്ച ഖുസാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA പൂർത്തീകരിച്ച ആർമി ജോർജ് പുതുപ്പള്ളിക്ക്. അടുത്ത MSc കെമിസ്ട്രി പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയ ഹന്ന ബെൻ റേഖ.
അടുത്ത റീസ് ജെയ്മോൻ പുതിയവർകൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓവർസിയർ റീസ് ജെയ്മോൻ പുതിയവർകൾ. ക്ലെയിം ഓഫീസർ അടുത്ത ജസ്റ്റിൻ മാത്യു കുന്നുംപുളിക്കൽ ഇൻഫോപാർക്കിൽ വീഡിയോ അനലിറ്റിക്സ് ആയി ജോലി പ്രവേശിച്ച ജസ്റ്റിൻ മാത്യു. സമ്മാനം നൽകി എല്ലാവരും നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. യുവജന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ചെയർമാൻ ശ്രീ റിച്ചാർഡ് സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛൻ, ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയ്മോൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സീനിയർ സഞ്ജോബി. എൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ഇങ്ങനൊരു പ്രോഗ്രാം ഏറ്റവും ഭംഗിയായി നടത്താൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അവർക്കുള്ള യൂത്തിൻ്റെ പ്രസിഡന്റും ഈ സഭയുടെ നമ്മുടെ ചേർച്ചോട് ജില്ല ചെയർമാനുമായിരിക്കുന്ന നമ്മുടെ അച്ഛനാണ് യൂത്തിൻ്റെ എന്ത് കാര്യം പറഞ്ഞാലും ഭയങ്കര പോസിറ്റീവായി നമ്മൾ സംസാരിക്കുകയും നമുക്ക് നല്ല രീതിയിലുള്ള നേതൃത്വം നൽകുന്നു. അപ്പോൾ ഇവരിലേക്ക് കടന്നു വരികയും ഇതിൻ്റെ അധ്യക്ഷത നൽകുകയും ചെയ്ത ഈ ജില്ലാ ചെയർമാൻ അച്ഛൻ റവറൻഡ് ഡോക്ടർ ബിനോയ് പി ചെയർപേഴ്സണോടുള്ള ഏറ്റവും നന്ദി സ്നേഹത്തെ അറിയിച്ചുകൊണ്ടു. നമ്മുടെ ഈ ബർത്ത്ഡേ ഇനാഗുറേഷൻ ചെയ്യാൻ കടന്നു വന്ന ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സോയ്മോൻ സണ്ണിയ അവർ, സോയ്മോൻ സണ്ണിയോടുള്ള എല്ലാ നന്ദിയും സ്നേഹത്തെയും അറിയിച്ചുകൊള്ളു. നമുക്ക് നല്ല രീതിയിലുള്ള മെസ്സേജ് കടന്നു വരികയും മെസ്സേജ് നൽകുകയും നമ്മുടെ സമ്മാനം, നമ്മുടെ അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്ത ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സോന ട്രീസ ജോലിയോടുള്ള എല്ലാ സ്നേഹത്തെയും നന്ദി അറിയിച്ചുകൊള്ളു. ഈ പ്രോഗ്രാമിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേര് കടന്നു വരികയും ഇതിനുവേണ്ടി പിന്നിൽ പങ്കെടുക്കുകയും സഹായിക്കുകയും ചെയ്ത കുറേ പേരുണ്ട്. നമുക്ക് അവരോടെല്ലാം നന്ദി പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനുവേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട യൂത്തിൻ്റെ സെക്രട്ടറി, അതുപോലെ തന്നെ ഫിനാൻസ് അഡ്വൈസർ, മീഡിയ കോർഡിനേറ്റർ, പിന്നെ ട്രഷറർ, കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ എല്ലാവരും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ നമ്മൾ വിളിച്ചപ്പോൾ കടന്നു വരികയും എല്ലാ തരത്തിലുമായി കടന്നു വരികയും ചെയ്ത ഈ അവാർഡ് ജേതാക്കളോടും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ പ്രോഗ്രാമിന് വീഡിയോ എടുക്കുന്ന സഹായിക്കുകയും ചെയ്യുന്ന നമ്മുടെ ജോൺസൺ സാറിനോടുള്ള എല്ലാ നന്ദിയും സ്നേഹത്തെയും അറിയിച്ചു. ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി വരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങൾ തന്നെ വിശ്വസിക്കുക, പരിസ്ഥിതിയിലെ വിജയങ്ങൾ നേടിയെത്തുന്ന ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് സമാപന പ്രവർത്തനങ്ങളായി ഡോക്ടർ ബിനോയ് പി ചെയർപേഴ്സനെ ക്ഷണിക്കുന്നു. വീണ്ടും നമ്മളെ അനുഗ്രഹിച്ച ഉന്നത സ്ഥാനങ്ങളും തങ്ങളുടെ നല്ല വാക്കുകൾ കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ പദവികൾ കൊണ്ടും മാനിച്ച ഈ ജനപ്രതിനിധികൾക്കായി സ്തോത്രം ചെയ്യും. മറ്റുള്ളവർക്ക് മാതൃകയായി, മറ്റുള്ള യുവതിയുവാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി ഈ വിധത്തിൽ എല്ലാവരും പ്രശോഭിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. വന്നുപോയ തെറ്റുകളൊക്കെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ നിരന്തരമായ കൃപയും കരുതലും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ നിങ്ങളുടെ സാന്നിധ്യത്തോടും നിങ്ങളുടെ ആവശ്യങ്ങളോടും ഇപ്പോൾ